നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് അനുഗ്രഹത്തിന് അധിപതിയെ അനന്തകൃപ പെരുന്നാളിയെ നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ മുഹൂർത്തപ്പെടുത്താം. അതിശ്രേഷ്ഠമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശനിയാഴ്ചയുടെ വൈകിയ സമയത്ത് നമുക്ക് BMCC ആയിട്ട് കടന്നു വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, സ്തോത്രം കരയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റാം. 115 സങ്കീർത്തനം നമുക്ക് വാക്യ പ്രതിവാക്യമായിട്ട് വായിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. സാംസ് 115 സങ്കീർത്തനം 115 അവസാനത്തെ 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാവുന്നതാണ്.
115 സങ്കീർത്തനം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. ഇസ്രായേലിനെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അടുത്ത 2 വാക്യം നമുക്ക് 3 വാക്യം ചേർന്ന് വായിക്കാം. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ഭൂമിയെ അവൻ കൊടുത്തിരിക്കുന്നു. മരിച്ചവരും അതിലിറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നും കർത്താവിന്റെ അതിശ്രേഷ്ഠമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, നന്ദി കരയേറ്റുവാൻ വളരെ പര്യാപ്തമായ ഒരു സങ്കീർത്തനമാണ്. 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. നാം കർത്താവിന്റെ സന്നിധിയിൽ നിന്നായിരിക്കുമ്പോൾ അവന്റെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റി നാം അവനെ ആരാധിക്കേണ്ടതുണ്ട്. കാരണം അവൻ നമ്മോട് ദയയും വിശ്വസ്തതയും കാണിച്ചിരിക്കുന്നുകൊണ്ട് നമുക്ക് അവനെ ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയിട്ടാം. ലോകജനം എന്നും മഹത്വം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവജനമായിരിക്കുന്ന നാം എപ്പോഴും നമ്മുടെ കർത്താവിനെ ആരാധിക്കണം, അല്ലെങ്കിൽ കർത്താവിന് മഹത്വം കൊടുക്കണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മോട് ദയ കാണിച്ച, നമ്മോട് മനസ്സലിവ് കാണിച്ച, നമ്മോട് വിശ്വസ്തത കാണിച്ച നമ്മുടെ കർത്താവിനെ നമ്മുടെ അതരങ്ങളെ തുറന്ന്, നമ്മുടെ വായുകളെ തുറന്ന് നമുക്ക് അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നതിന് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ജാതികളുടെ ദൈവം എവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവിടെ നമുക്ക് താഴോട്ട് കാണുന്നു. ജാതികളായിട്ടുള്ളവർ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ. എന്നാൽ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവർക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ തന്നെ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം എന്ന് ദൈവമക്കളായിരിക്കുന്ന നാം ഈ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ്. ആ കർത്താവിന്റെ സന്നിധിയിലാണ് നാം ഇന്നായിരിക്കുന്നത്. അവന് മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ആയിരിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടവരുത്തട്ടെ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ: അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. എന്നാൽ നാം എത്രയോ ഭാഗ്യമുള്ള ജനമാണ്. അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ നാം വായിക്കുന്നു: അവൻ ഇസ്രായേലിനെ യഹോവയിൽ ആശ്രയിക്കാം, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കാം, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കാം, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. നമുക്ക് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിച്ച, അല്ലെങ്കിൽ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിച്ച, യഹോവ ഭക്തന്മാരെ അനുഗ്രഹിച്ച ദൈവം നമ്മളെയും അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റാം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ വാക്യം എന്ന് പറയുന്നത് 12-ാമത്തെ വാക്യം: യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. നാം കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഒരു കണ്ണിനും ദയ തോന്നാതെ പാളയത്തിന് പുറത്ത് അന്യം വിളിച്ചു കിടന്നവരായിരുന്നു. എന്നാൽ അവൻ നമ്മെ ഓർത്തതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നുകൊണ്ട് അവനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയണം. അല്ലയോ കർത്താവേ, നീ എന്നെ ഓർത്തത് കൊണ്ട് ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദരങ്ങൾ തുറന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. കർത്താവെ, നീ എന്നെ ഓർത്തത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. ഇസ്രായേൽ പോരതോട് യാതൊരുമായ ബന്ധമില്ലാതെ പാളയത്തിന് പുറത്ത് അന്യം വിളിച്ചു കിടന്നവരായിരുന്നു.
എന്നാൽ പ്രിയ ദൈവമേ, പ്രിയ കർത്താവേ, നീ എന്നെ ഓർത്തത് കൊണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട്, നീ എന്നെ എന്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവൻ ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് അവനെ സ്തുതിക്കാം. അവസാനത്തെ വാക്യത്തിൽ 17ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. യഹോവയെ സ്തുതിപ്പിൻ. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തെ ഇന്ന് നമുക്ക് സ്തുതിക്കുവാനായിട്ട് കഴിയും. അതാണ് പറയുന്നത്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. ജീവനുള്ള നാമോ യഹോവയെ സ്തുതിക്കണം. നമ്മുടെ അതരങ്ങളെ തുറന്ന് നമുക്ക് അവനെ സ്തുതിക്കാം. അല്ലയോ കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ നീ എന്നെ കണ്ടതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതിനൊരു വലിയ വില നമ്മുടെ കർത്താവ് കൊടുത്തു. അവസാനത്തുള്ള രക്തം വരെ അവൻ നമുക്ക് വേണ്ടി ഒഴുക്കി. അവന്റെ അടിപ്പിണരുകാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുക. ആ വലിയവനായ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി നമുക്ക് അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയണം: അല്ലയോ കർത്താവെ, നീ എന്നെ ഓർത്തിരിക്കുന്നുകൊണ്ട് ഞാൻ നിന്നെ ഓർക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്തോത്രമനയാകം ആ പൊന്നുപിതാവിന്റെ പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് നന്ദിയോടും സ്തുതിയോടും കൂടെ നമുക്കായിരിക്കാം. തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നതിനായിട്ടും നിയോഗിക്കപ്പെട്ട സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകിയ സമയത്ത് ഞങ്ങളുടെ സന്നിധിയിൽ ദൈവമേ, BMCC കൂടിയവരായിട്ട് ദൈവമേ കടന്നാൻ അങ്ങടിയാക്കി കൃപയ്ക്കായി ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവമേ, ഞങ്ങൾ ദൈവമേ എന്നിലും ഭിന്നദേശികളായിരുന്ന സഭയിൽ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ദൈവമേ ഓർത്ത് ദൈവമേ ഞങ്ങളെ സ്നേഹിച്ചു ദൈവമേ, അങ്ങ് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും വിടുവിച്ചതിനെ ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്യുമേ. ദൈവമേ കടന്നു വന്ന ഓരോ ചർച്ച് എൽഡേഴ്സിനെ ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഓരോ പാസ്റ്റേഴ്സിനെ ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. കടന്നു വന്ന ഓരോ ഇടവചനങ്ങളെ ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്നത്തെ ദിവസം ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച ദൈവമേ അങ്ങ് നൽകുന്നതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന ദാസന്മാരെയും ദാസന്മാരെ ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. വചനം ശുശ്രൂഷിക്കുന്ന പ്രിയദാസനെ ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് വേണ്ട വചനം ദൈവമേ ലഭിച്ച ദൈവമേ ഞങ്ങൾ മടങ്ങിപ്പോകാനുള്ള കൃപ ദൈവമേ അങ്ങ് നൽകുന്നതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവമേ ഇന്ന് ദൈവമേ വരാൻ ആഗ്രഹിച്ച് വഴിവെത്തിയായിരിക്കും ഓർച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ എത്രയും പെട്ടെന്ന് അങ്ങ് കൂട്ടിയെടുത്തോളം കൃപ ദൈവമേ അങ്ങ് നൽകുന്നതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾ ദൈവമേ ഒരിക്കൽ കൂടി ദൈവമേ ഈ കൂടി ഒരു അങ്ങയുടെ കാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശു നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു സായം സന്ധ്യയിലെ ഈ സമയത്ത് ഇത്രത്തോളം പേർക്ക് കടന്നു വരുന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ, എൽഡേഴ്സ്, പാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന നസറനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ മുന്നമേ ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ കടന്നു വന്ന സമയം മുതൽ ദൈവം നമ്മളെ അനുഗ്രഹത്തിന്റെ അവന്റെ ചിറകിന്റെ മഴപുറവിലാക്കിയിരിക്കുന്നു. ഇന്ന് വായിച്ചു കേട്ട സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: അവനെ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന് അനുഗ്രഹിക്കാനായിട്ട് അവൻ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. അവന്റെ മുമ്പിൽ അവൻ നമ്മളെ പൊടിയിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ അനുഗ്രഹിക്കും. അവന് ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ല. അതിന് രണ്ടാമത്തെ ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്. 12ാമത്തെ വാക്യം: യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. യഹോവ നമ്മെ ഓർത്തത് കൊണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കാനാവിലെ കല്യാണത്തിന് ആദ്യത്തെ അത്ഭുതം ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. അതാണ് ബൈബിളിലെ ആദ്യം അത്ഭുതമെന്ന്. പക്ഷെ അതിനകത്ത് ആദ്യത്തെ ഒരു നടന്നൊരു അത്ഭുതം അവിടെ തന്നെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, വെളിയിൽ കിടക്കുന്ന വെളിമ്പറമ്പിൽ കിടക്കുന്ന പാത്രത്തെ കൊണ്ടുവന്നിട്ട് അതൊന്ന് കഴുകി അതിലേക്ക് വെള്ളം നിറയ്ക്കും. വെളിമ്പറമ്പിൽ കിടന്ന് കാൽ കഴുകാനുള്ള ഒട്ടക പോലെ കിടന്ന ചെറുതിനെ വെളിയിൽ കൊണ്ടുവന്ന ദൈവം കഴുകി വെടിപ്പാക്കി അകത്ത് മാനമുള്ള പാത്രമാക്കി ഒരു വലിയ അത്ഭുതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിർത്തി അവൻ നമ്മളെ ഓർത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വലിയവരെയും ചെറിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇത്രത്തോളം പേർക്ക് ഇവിടെ കടന്നു വരുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം നമ്മൾ താഴത്തെ ആ ഹാളിലാണ് കൂടുന്നത്. ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മീറ്റിംഗ് നമ്മൾ ഈ വർഷം തുടങ്ങുമ്പോൾ, ഈ വർഷം തീരുന്ന സമയങ്ങളിലെ താഴത്തെ ഹാളിൽ ഒരു മാറ്റം വന്ന് ഈ ക്രിസ്മസ് റൂമിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാവശ്യം അനേകർ BMCC പലരും കടന്നു വന്ന് താഴത്തെ റൂമിൽ ഇരിക്കുവാൻ ഇടയില്ലാതെ ഈ ക്രിസ്മസ് റൂമിൽ വന്നിരിക്കുമാർ ഇവിടെ കൊണ്ടുവരണത് തമ്പുരാൻ അത് കേട്ട് മുമ്പോട്ട് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യുമാറ് ദൈവത്തെ ജനത്തെ കൊണ്ടുവരുവാൻ ഇടയാക്കുമാറാകണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇതിന്റെ 1ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്: ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല.
ഇതിന്റെ മാനവും മഹത്വവും ഒന്നും ഞങ്ങൾക്കല്ല, സ്വർഗത്തിലെ അപ്പച്ചന്റെ നാമ മഹത്വത്തിന് വേണ്ടി മാത്രം. പ്രൈസറോ, ഇതൊന്നും ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, എന്റെ സ്വർഗീയ രാജാവിന്റെ കൃപയുടെ മഹത്വത്തിനുണ്ട്. ഈ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ ആയിരുന്ന സ്ഥാനങ്ങളിലെ ദൈവം നമ്മളെ കണ്ണുപോലെ നമ്മളെ കാത്തു പരിപാലിച്ചു. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം കേട്ട് കാണും, ഒരു കുഞ്ഞ് ഇവിടെ നിന്ന് ബിൽഡിങ്ങിന്റെ മേളിൽ താഴേക്ക് വീണു. 7 വയസ്സുള്ള ഒരു പൈതല്, ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ് താഴേക്ക് വീണു. ആ കുഞ്ഞ് മരണപ്പെട്ടു. പ്രൈസറോ, നമ്മുടെ ഒരു മലയാളി കുഞ്ഞാണ്. പ്രൈസറോ, പല പ്രതീക്ഷയുമായ മാതാപിതാക്കളുടെ ഏക കുഞ്ഞാണ്. നമുക്ക് മക്കളില്ലാഞ്ഞിട്ടോ നമുക്ക് ആരും യാത്ര ചെയ്യാഞ്ഞിട്ടോ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം കാത്തു പരിപാലിച്ചതല്ലേ, അവരെ കരുതിയതല്ലേ. ഇന്ന് ഞങ്ങൾ ഈ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ കരുതിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സമയം. പക്ഷെ ഉണ്ട്, കാരണം 10ാം ക്ലാസ് വരെ ഹൈസ്കൂൾ ലെവൽ വരെ ഈ 2 വയസ്സുള്ള കുഞ്ഞിങ്ങനെ വന്നപ്പോൾ ഇതുവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് പല കുഞ്ഞുങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാട്ടില് പലപ്പോഴും നമ്മളൊക്കെ ഓർത്തിട്ടില്ലേ, നാട്ടിൽ പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ കൊണ്ടുവന്ന് ഗൾഫിന്റെ പ്രദേശത്ത് പഠിപ്പിച്ച് ഇത്രത്തോളം ആക്കുവാൻ ഒരു യോഗ്യത നമുക്കൊന്നുമില്ല. ഇത് ദൈവത്തിന്റെ ദാനം ഒന്ന് മാത്രമാ. പ്രൈസറോ, എത്ര പേർക്ക് നന്ദി അർപ്പിക്കാൻ കഴിയും? അവന് കൊടുക്കുന്ന ഒരു നന്ദിക്ക് വേണ്ടി മാത്രമാ ഈ ഹൈസ്കൂൾ ജീവിതം കുഞ്ഞുങ്ങളെ 10ാം ക്ലാസ് വരെ ഇത്രത്തോളം ഐശ്വര്യമായി കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിജയം കൊണ്ടുവന്ന ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ നമ്മളിവിടെ ഇത് ഒരുക്കിയത്. പ്രൈസറോ, അതിനാ 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ വെക്കുവാൻ ഈ പ്രാവശ്യം തീരുമാനിച്ച് ഇതുവരെ നടത്തിയ ആ ദൈവത്തിന് ഒരു നന്ദി അർപ്പിക്കുവാൻ മാത്രം. സ്തോത്രം. മുമ്പോട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഇനിയുള്ള വഴിയാത്രകളിലെ നമുക്കറിയില്ല, പക്ഷെ ദൈവം തമ്പുരാന്റെ കരത്തിലായിരിക്കണം. അതുങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട വിജയത്തോടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുവാൻ കർത്തദാസന്മാരുടെ കരങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിപ്പാനാണ് നമ്മൾ കടന്നു വന്നത് ഒരുമനപ്പെട്ട്. പ്രൈസറോ, ഇന്നത്തെ മീറ്റിംഗ് ആദ്യോടൊന്നും ദൈവിക സാന്നിധ്യം അറിവിലായിരിക്കേണ്ടതിന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. സമയം നമ്മുടെ മുമ്പിൽ ഏറ്റവും കുറവായതുകൊണ്ട് ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. അടുത്തായിട്ട് നമുക്ക് സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ്, അതിനായിട്ട് ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാം ആദ്യം നമ്മുടെ ഗ്രൂപ്പ് സോങ് ആണ് കൊയർ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൊയർ മുമ്പോട്ട് വന്ന് ആ കൊയർ ആരംഭിക്കുന്നതായിരിക്കും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ നിലയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ PMCC എന്ന ഈ വലിയ കുടുംബത്തിന്റെ ഒരു ഭാഗമായി ഇന്ന് രാത്രിയിൽ വിശേഷയുടെ പ്രസിഡന്റ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ 10ാം തരം ക്ലാസ്സുകളിൽ നിന്നൊക്കെ ജയിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന ഒരു ശുശ്രൂഷാവേളയും കൂടെയാണല്ലോ ഈ രാത്രിയിൽ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്രത്തോളം കർത്താവ് ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ കാലാകാലങ്ങൾ ദൈവം തന്റെ ഭൃത്യന്മാരെയൊക്കെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾ 2 ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് മുന്നമേ തന്നെ ഇന്നിവിടെ നമ്മൾ സങ്കീർത്തനത്തിലൂടെ വായിച്ച് ആരംഭിച്ചതും 115ാമത്തെ സങ്കീർത്തനം, അതിന്റെ മറ്റൊരു ഭാഗം കൂടിയാണ് ഈ ദിവസങ്ങളായി എന്നെ കർത്താവ് കൂടുതലായി ധൈര്യപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന ഭാഗം എന്ന് ചോദിച്ചാൽ 117ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയൊരു സങ്കീർത്തനം. നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഓർക്കുകയും അനുഗ്രഹിക്കപ്പെടിച്ചതായ ഒരു രണ്ട് വേദാംശങ്ങൾ മാത്രമേ അതിൽ അടങ്ങിയിട്ടുള്ളൂ. അതിലൊരു ഭാഗം ഇങ്ങനെയുണ്ട്, അതെ നമുക്ക് ജാതികളെ നോക്കുക മാത്രമല്ല വംശങ്ങളുമായുള്ളവരെയും അതെ നമുക്ക് വേണ്ടിയിട്ട് സകലവും മുന്നൊരുക്കുന്നവനായ ഒരു കർത്താവിന്റെ തിരുസാന്നിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രിയിൽ ഞങ്ങളും ഇവിടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഒരു കൊയർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിന്റെ പശ്ചാത്തലം അത് തന്നെയാണ്, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനായി നിങ്ങളുടെ സമയങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധകൾ അതിനായി വേർതിരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്ന കർത്താവ് നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് സഹായിക്കും. ിട
ചേർന്നിടും സമയങ്ങളിൽ മോദമജാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും മോദമജാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും സിയോനിനവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലക്കല്ല സിയോനിനവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലക്കല്ല തന്നോടും ചേർന്നു നാമും തന്റെ ജീവകല്ലുകളായിട തന്നോടും ചേർന്നു നാമും തന്റെ ജീവകല്ലുകളായിട ദൈവത്തിൽ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ഓനമജാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും ഓനമജാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും തൻ പരമനാളിൽ തന്റെ കാന്തയം നമ്മെ ചേരിടും തൻ പരമനാളിൽ തന്റെ കാന്തയം നമ്മെ ചേരിടും എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്റെ മാറോട് ചേർത്തിടുമേ എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തന്റെ മാറോട് ചേർത്തിടുമേ ദൈവത്തിൽ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമജാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും മോദമജാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും മോദമജാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാകുവാൻ നിന്മകൻ നീക്കുവാൻ പിന്മാഹിമാവേടിഞ്ഞോ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ ആമേയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഇനിയെങ്ങേ
ഗാനങ്ങൾ ആലപിക്കാൻ പ്രിയ സഹോദരങ്ങളെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇന്ന് മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച അവർക്കൊരു നല്ല കൈയടി. അറിയിക്കുന്നു. ദൈവം വീണ്ടും അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും നല്ല പ്രോഗ്രാമുമായി വീണ്ടും അവർ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അടുത്തായിട്ട് ഒരു സോളോയാണ്. അതിനു മുമ്പായി അത് അലീന ഷിബു ആണ്. നമ്മുടെ ട്രഷറായിരിക്കുന്ന ഷിബു ബേബിക്കുട്ടിയുടെ മോളാണ്. പൈതലിന്റെ ജീവിതകാലത്ത്, പൈതൽ ജനിച്ച കാലം മുതൽ ഇവിടെയാണ് കുഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രോഗ്രാമുകൾക്കും കടന്നു വരികയും ഏറ്റവും മനോഹരമായ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത കുഞ്ഞാണ് അലീന. അവരുടെ 12ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞു. ഉപരിപഠനാർത്ഥം അവൾ കടന്നു പോവുകയാണ്. ഈ വരുന്ന ആഴ്ച 11ാം തീയതി ഇവിടെ നിന്ന് ബാംഗ്ലൂർ പ്രദേശത്തേക്ക് കടന്നു പോകുന്നു. ഇവിടെ ആ കുഞ്ഞിന്റെ ജനനം മുതൽ അവർ രണ്ടുപേരും, സിസ്റ്റർ കഴിഞ്ഞ വർഷം പോയല്ലോ, അവർ രണ്ടുപേരും ഇവിടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വളരെ ആക്റ്റീവായി BMCCക്ക് ഒരു മുതൽക്കോട്ടായി പ്രവർത്തിച്ച രണ്ട് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതി, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഏത് പ്രോഗ്രാമും കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട രീതി ചെയ്തൊരു പൈതലാണ്. പൈതല് ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്നൊരു സോളോ പാടുകയും അതിനുശേഷം ഒരു ടെസ്റ്റ് പണി പറയുകയും ചെയ്യുന്നതായിരിക്കും. പ്ലീസ് കം അലീന.
Praise the Lord. I thank the Lord for giving me this wonderful opportunity to say my testimony. I started singing from BMCC when I was very little, when I was a small child. And since then, I've had the opportunity to perform in different other ways in BMCC, and I would like to thank each and every one of the uncles who opened opportunities for me to showcase my talents and also grow more spiritually. I thank all of you who prayed for me, especially during my board exams. When I came to the BMCC meeting, every uncles and aunties were telling me all the best and they're praying for me, and that has always been a very big encouragement for me, knowing that people are praying for me, my uncles and aunties are praying for me, and that is what helped me to go ahead and go through the exam. Thank you so much for all the love and all the support. Do continue to pray for us as a family. We'll be traveling on 11th, this Monday. Do continue to pray for our journey and also for my future education. I know God has a plan for me, and I do believe that God will open a way to me at the right time. So please do pray for that matter as well. I would like to read a verse. Proverbs chapter 3 verse 5 and 6. Trust in the Lord with all your heart and lean not on your own understanding. In all your ways submit to Him, and He will make your path straight. Once again, I would like to thank everyone who prayed for me and supported me and helped me grow more spiritually. I remember me and my sister, both of us, we've had the opportunity to do group songs and everything in this BMCC, and I thank each and every uncles and aunties present here for encouraging me and for motivating me. Do continue to pray for us as a family. May Allah's name be glorified. ഇപ്പോഴേ നമ്മുടെ പോസ്റ്റ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വരികയും BMCCയുടെ പേരിലുള്ള ഒരു മെമന്റോ ഇപ്പോൾ അനീനയ്ക്ക് സമർപ്പിക്കുകയും അതേ തുടർന്ന് ഇതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. സ്ഥാനത്ത് വലിയൊരു അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഏത് സ്ഥാനത്ത് ചെന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുന്നവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായി തീരേണ്ടതിന് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ വിട്ട് വിവിധ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ, വിവിധ ദേശങ്ങളിലായിരിക്കുമ്പോൾ, വിവിധ കൂട്ടുകാരോട് ഒരുമിച്ചായിരിക്കുമ്പോൾ ആ ദൈവികമായ സാന്നിധ്യം ചെറുപ്രായത്തിൽ അവർക്ക് ദൈവം കൊടുത്തതായ താലന്തുകൾ ഉപയോഗിക്കാനും, അതുപോലെ തന്നെ മാതാപിതാക്കൾ അവരെ ട്രെയിൻ ചെയ്യുവാൻ തക്കോണം വലിയവനായ ദൈവം ഇടയാക്കി തീർത്തല്ലോ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏത് സ്ഥാനത്തും, ഇനി ഹയർ സ്റ്റഡിക്ക് കടന്നു പോകുന്ന സ്ഥാനത്തും ഉള്ളൊരു അനുഗ്രഹമായി തീരേണ്ടതിന് മാതാപിതാക്കൾക്ക്, ദേശത്തിന്, ദൈവജനത്തിന്, സഭയ്ക്ക് ഒക്കെയും ഈ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് BMCCയായി നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസമയം പ്രാർത്ഥിക്കണം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സൂക്ഷിക്കുന്ന രാജാവ്, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മകൾ ജനിച്ച നാൾ മുതൽ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ വലിയവനായ ദൈവത്തിയായി തീർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രത്യേക ഈ സമയത്ത് കർത്താവ് BMCCയോട് ചേർത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ മകൾ ഹല്ലേലൂയ കൊടുത്തതായ താലന്തുകൾ ഒക്കെയും ഈ ദേശത്തിൽ കടന്നു വന്ന് കർത്താവ് പിതാവിനോട്, മാതാവിനോട്, സഹോദരങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ അതുപോലെ തന്നെ കർത്താവ് BMCCക്ക് ഒരു മുതൽക്കൂട്ടായി പൈതലായി തീരുവാൻ സ്വർഗം ഒരുക്കിയ അവസരത്തിനായി സ്തുതിക്കുന്നു. ഈ പൈതൽ ദൈവ കരങ്ങളിലേക്ക് അപ്പറ്റ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൾ പോകുന്ന സ്ഥാനത്ത് ഏത് സ്ഥാനത്തായിരുന്നാലും കർത്താവെ നീ അവൾക്ക് മുന്നമേ കടന്നുപോയി. കർത്താവെ, അവളുടെ ദുർഗള വീടുകളെ നിരപ്പാക്കുവാൻ കഴിവുള്ള ദൈവം നീ മാത്രമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നീ മാത്രമാണ്. കർത്താവെ, ഈ
ഈ പൈതൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ എന്റെ മകളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ സ്വർഗവിളിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവൾ പോകുന്ന കോളേജുകൾക്ക്, അവൾ പോകുന്ന ഏത് കാര്യങ്ങൾക്കാണ് അവൾ കടന്നു പോകുന്നത്, അതിൽ മേലൊരു വിജയം വരിപ്പാൻ സ്വർഗവിളിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തക്കോട്ടയിൽ അവളെ മറച്ചുകൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവൾ ഒരു അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ, അവൾ പോകുന്ന സ്ഥാനത്ത് അവൾ ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗം നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അതെങ്കിലും ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരു നല്ല ക്ലാപ്പ്. പൈതൽ കടന്നു പോകുന്ന ഈ സ്ഥാനത്തും ദൈവിക സാന്നിധ്യത്തിന് മറവിലായിരിക്കട്ടെ. പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന പൈതലിനോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. കടന്നു വരുന്ന സമയത്തൊക്കെയും വീണ്ടും കടന്നു വന്ന് നമ്മളോടൊപ്പം ചേരണമെന്ന് എന്നോട് പ്രത്യേകമായി ഓർമ്മിക്കുന്നു. നിങ്ങളുടെ എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മളെ മുമ്പോട്ട് നമ്മുടെ കെന്തിലെ കുഞ്ഞുങ്ങൾക്കുള്ള ചികിത്സയിൽ നമ്മൾ മെമന്റോ കൊടുക്കാനാണ്. അതിനായിട്ട് സെക്രട്ടറി മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മുടെ അതിന് കമ്മിറ്റിക്കാർ അവിടെ ഹെൽപ്പ് ചെയ്യണം. ഇവിടെ കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വരികയും ആ മൊമെന്റോ സ്വീകരിക്കുകയും അതേ തുടർന്ന് നിങ്ങൾ ഇവിടെ തന്നെ ഒന്ന് നിൽക്കുകയും ചെയ്യണം. നിങ്ങളെ ഓർത്ത് കരങ്ങളിൽ വെച്ച് നിങ്ങളെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളോട് രണ്ട് വാക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതായിരിക്കും. സാമ്പത്തികങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളിവിടെ പേര് വിളിക്കുമ്പോൾ പാസ്റ്റേഴ്സ് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരും ഇതിലൊന്ന് ഭാഗമാക്കണം. കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നതിലേക്ക് ആദ്യമായി പാസ്റ്റർ ലിജോ മുമ്പോട്ട് കടന്നു വരാവുന്നതാണ്. ആ സമയത്ത് പറയുന്ന പേരുകൾ മുമ്പോട്ട് കടന്നു വരണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കണം. ആദ്യത്തേത് ഹർഷൻ പുതുവിള പുഷ്പാങ്കദൻ. എഡ്വിൻ പോൾ അരീക്കൽ. ജോയൽ വിക്ലിഫ്. ഏതൻ വിശ്വാസ് തോമസ്. അടുത്തതായിട്ട് പ്രൈസ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വരണമേ എന്ന് പ്രത്യേകമായിട്ട് ഏതൻ മധു വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത് ആ ഒരു മെമെന്റോയും കൂടെ ഇപ്പോൾ ഏതൻ കൈപ്പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും ജോയിന പോൾ. ജെസിക്ക മേരി സ്റ്റീഫൻ. ജെസിക്ക മേരി സ്റ്റീഫൻ വന്നിട്ടില്ലേ? ഓക്കെ. ആ ചർച്ചിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ട്? ജെയ്സ് അബ്രഹാം ബാബു. ജെയ്സ് അബ്രഹാം ബാബു ഇല്ല. ക്രിസ്റ്റീന മറിയം റോബിൻ. ക്രിസ്റ്റീന മറിയം റോബിൻ. നോറ സാറ നിഷാദ്. നോറ സാറ നിഷാദ്. അടുത്തതായിട്ട് ടേക്കസ് പാസ്റ്ററിനായി മുമ്പോട്ട് ക്ഷണിക്കാം. അലക്സ് മാത്യു കൊച്ചുതുണ്ടി. ബെനീറ്റ തോമസ്. ആൽവിൻ വിനു ജോൺ. അടുത്തതായിട്ട് ജേക്കബ് മാത്യുവിനെ ക്ഷണിച്ചോളൂ. ആൽവിൻ വിനു ജോൺ.
Bilha Vibin. Angel Rachel Thomas. Okay, thank you, Uncle. അടുത്തത് രാജാൻ മുമ്പോട്ട്. Jeromy Rajesh. Aaron Tom Kurian. Aaron Tom Kurian. Hannah Shainu. Hannah Shainu. Mola, collective. Okay. Danny Tekadatil Manoj. Tekadil Manoj. അടുത്താണ് പാസ്റ്റർ ബിജു ഫിലിപ്പിനെ മുമ്പോട്ട് ക്ഷണിച്ചോളൂ. താങ്ക് യു രാജൻ. ഇമ്മാനുവൽ മാത്യു ജോൺ. Krista Susan Roy. Krista Susan Roy. Joshin S. Okay, thank you, Pastor. അടുത്തായിട്ട് തോമസ് പാസ്റ്റർ മുമ്പോട്ട് ക്ഷണിച്ചു. Jace Abraham Babu. Ron Roy. Bertina Mary Biju. At last, Lipna Baby. ഇനി ആർക്കെങ്കിലും നമ്മൾ പേര് വിളിച്ചിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതല്ല പിള്ളേരുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം ആദരിക്കുവാൻ ദൈവം ഒരു കൃപ ചെയ്തല്ലോ. ഇപ്പോൾ ഈ സമയം നമ്മുടെ ഗഫൂർ സഭയുടെ സീനിയറും എൽഡറുമായിരിക്കുന്ന പ്രിയ സാമുട്ടികൾ മുമ്പോട്ട് കടന്നു വന്ന് കുഞ്ഞുങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരിക്കും. ദൈവനാമത്തിന് വളരെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. This is the day that the Lord has made. Mic off. Switch off. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. This is the day that the Lord has made. Let us rejoice and be glad in it. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നു. This is God's doing. It is marvelous in our eyes. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ ഒക്കെ ഓർത്ത് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. Let me congratulate this congregation committee to arrange such a nice program to celebrate or to appreciate our dear children in this manner. 45 വർഷത്തോളം ഇങ്ങനെ ഉള്ള പരിപാടിയിൽ ശുശ്രൂഷകളൊക്കെ പങ്കുകൊണ്ടിട്ടുണ്ടെങ്കിലും സാധാരണ 12th കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നമ്മൾ അവരെ പറഞ്ഞു വിടുന്ന സമയത്ത് ഇന്ന് മോക്ക് കൊടുത്തതുപോലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. This is the first time we are doing such thing.
It's an encouragement for our dear children. To appreciating somebody, it's giving a positive attitude towards them. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു പോസിറ്റീവ് മൈൻഡാണ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, എന്നെ നന്നായി അറിയുന്ന ഒരു കൂട്ടം എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ പേരൻസ്, എൻ്റെ ചർച്ച് മേറ്റ്സ്, അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രിഗേഷൻ. അത് ഇവരെ കുഞ്ഞുങ്ങളോട് അതൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അവരെ അങ്ങനെ ക്ഷണിക്കുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ഇമോഷണൽ ഫീലിങ്സ് അവർ ഉണ്ടാവും. ഇതൊരു ചെറിയ മൊമെന്റോ ആണെന്ന് ഒരു പക്ഷേ അവർ കാണുമെങ്കിലും when they look back, പഠിത്തമൊക്കെ കഴിഞ്ഞ് അവരെ വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ I will show them, മക്കളെ നോക്ക്, this one I got from BMCC when I was 14 years old. അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമായിട്ട് അത് കാണുവാനായിട്ട് കഴിയും. You have to repeat this continually. Okay, ദൈവം നമ്മെ സഹായിക്കണം. ഇവരെ ഓർത്ത് ഞങ്ങളുടെ സഭയിലും ഒക്കെ ഞാൻ ഈ രീതിയിൽ പല കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഇവിടെ മിക്കവാറുമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ജനിച്ചു. ഈ 10 വയസ്സ് 10 ക്ലാസ്, അത് കഴിഞ്ഞ് 12th കഴിയുമ്പോൾ നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഗുഡ് ട്രെയിനിങ്, അല്ലെങ്കിൽ നല്ല ഒരു ആത്മീയമായ രീതിയിൽ അവരെ മാതാപിതാക്കളും അവരവരുടെ ചർച്ചകളും അവരെ വളർത്തിയെടുത്തു എന്നുള്ളത് വലിയൊരു സത്യമാണ്. അത് ഞാനിപ്പോൾ പറയാം, പലപ്പോഴും ഞാൻ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ട്, ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല, ചിലരൊക്കെ വിട്ട് നമ്മളോട് പോകുമായിരിക്കും. ദേ ആർ ഗോയിങ് ടു ബി ആൻ ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ വേൾഡ്. അവർ അവിടോട്ട് പോകുമ്പോൾ ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇവർക്ക് ഈ പൈസ എടുത്ത് ജീവിക്കാൻ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. They are to train themselves. അത് മാത്രമല്ല, മറ്റു പല രീതിയിൽ ജീവിച്ച ആൾക്കാരുടെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങൾ പോകുന്നത്. അവിടെയൊക്കെയും ദൈവം അവരെ അനുഗ്രഹിച്ച, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആത്മീയ പാഠം എക്സസൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതാണ് നമുക്ക് ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. The world is not good with us. നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. But God is always with us. ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ അതിനായിട്ട് യാതൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരിക്കത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമേ ഈ ഭൂമിയിൽ ചെയ്യുവാനായിട്ട് കഴിയത്തു. I just want to read a word from the Bible and just want to give it just Deuteronomy chapter 31 verse 8. The Lord himself goes before you and will be with you. He will never leave you nor forsake you. Do not be afraid. Do not be discouraged. വളരെ മക്കളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യുന്ന, എപ്പോഴും നിങ്ങൾ മറക്കല്ലേ, this is his promise. The Lord says, the Lord himself go before you. നിനക്ക് മുമ്പായി പോകുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. And he will be with you. You know, he is going to be with you not only for one day, all the days of your life. He is going to be with you. He will never leave you, never forsake you. ഈ വേർഡ് ഉൾപ്പെടെ എന്നെ സന്തോഷിപ്പിക്കുന്ന, ഒരിക്കലും ഉപേക്ഷിക്കയില്ല, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. He never leave you, നമ്മളെ വിടുകയില്ല. And not only that, he will never forsake you. നമ്മളെ ഒരിക്കലും മറക്കാത്ത ഒരു നല്ല കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. Do not be afraid. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. Do not be discouraged. ദൈവം നിങ്ങളെ ആ നിലയിൽ സഹായിക്കും. 3 പ്രത്യേക കാര്യങ്ങൾ, 4 കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. As you are going to enter into 11th standard, as it's a turning point in your life. So number 1, always keep God first in your life. Always keep God first in your life. Number 2, always you should pray. Okay, take time for prayer in the morning or in the evening. Most times, at least 10 minutes. Read the word and meditate and see that what God wants to say from that word to me every day. Okay, these 2 things I said. Told you 1, always pray, and number 1, meditate on it. Number 3 things. You should be faithful. You should be faithful to the Lord first. Number 2, you should be faithful to your parents. Number 3, you should be faithful to your congregation, your church. And number 4, you should be faithful to everybody. In spite of all the problems which you are going to face,
Some people will discourage you, but we know that God is always with you, and be faithful with God. This is what I want to tell you. So many things I want to tell you, but I rest, closing with another word from the word of God. The Lord bless thee and keep thee. The Lord makes his face shine upon thee, and be gracious unto thee. The Lord lift up his countenance upon thee and give thee peace. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കും. കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും വിശേഷാൽ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് എല്ലാവരും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിന്റെ മറ്റൊരു പാതയിലേക്ക് അവർ കടന്നു പോകുവാനായിട്ട് പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കണം. അവരുടെ മാതാപിതാക്കളുടെ ദൈവത്തെ വാസ്തവമായി മുന്നിൽ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. ദൈവീയ സാന്നിധ്യത്തിന്റെ മറവിൽ നീ അവിടെ ഞങ്ങളെ നിർത്തിയല്ലോ, തിരുനാമത്തിന് സ്തോത്രം. വിശേഷാൽ ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവകരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രിയ പിഞ്ചു പൈതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവർക്ക് അറിവുകൾക്കൊക്കെയും പരിമിതികളുണ്ട്. അവർ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. കർത്താവെ, ഞങ്ങൾക്ക് ചെയ്യുവാനുള്ളത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സഹായിക്കണമേ. ആവശ്യമായ എല്ലാ ദൈവ കൃപകളും അവർക്ക് നൽകണം. ബുദ്ധിയും വിവേകവും ജ്ഞാനവും സ്വർഗത്തിന് നമുക്ക് നൽകി കൊടുത്ത് വേണ്ട കൃപയിൽ അവർ വളർന്നു വരുവാൻ തക്കണം. മനുഷ്യർക്കും കർത്താവെ ദൈവസഭയ്ക്കും സമൂഹത്തിനും നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുറന്നു വരെ നടത്തണം, വഴി നടത്തണം. തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. തുടർന്നുള്ള പ്രോഗ്രാമിനെയും നീ അവിടെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. താങ്ക് യു സാമ്പുട്ടികളെ. ഈ സമയം നമ്മളെ ഇത്രത്തോളം കുഞ്ഞുങ്ങളെ ഇതുപോലെ ഒരു പ്രോഗ്രാം അവതരിപ്പാൻ, ഇങ്ങനെ നമുക്കൊരു പ്രോഗ്രാം കണക്ട് ചെയ്യുവാൻ ദൈവം തന്ന വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സമയം നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടത്താറുണ്ട്. ഇന്ന് നമ്മുടെ സമയത്തിന് വരുന്നതുകൊണ്ട് നമ്മൾ അതില്ല എന്ന് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം നടത്തിയിട്ട് സമ്മാനം ലഭിച്ച ഒരു വ്യക്തിയുണ്ട്. സിസ്റ്റർ കടന്നു വന്നിട്ടില്ല. അതിന് പകരമായി ആകാശ് അനീഷ് അക്സ അനീഷ് ഉണ്ടോ ഇവിടെ? ആ ചർച്ചക്കോട് നിന്നുള്ള ആരാ ഉള്ളത്? ചർച്ചക്കോട് വിജുപാർശ്വ സഭയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ സമയത്ത് നമ്മുടെ വൈസ് പ്രസിഡന്റ് മുമ്പോട്ട് കടന്നു വരുന്നതായിരിക്കും. കുഞ്ചായൻ ഇപ്പോൾ അവർക്കുള്ള സമ്മാനം കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു. അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രത്യേകം അത് ഓർപ്പിക്കുകയാണ്. നമ്മൾ ഇത്രത്തോളം സമയം നമ്മളെ ദൈവം നടത്തി. ഇനി നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ആയിരിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് നമ്മുടെ മുമ്പാകെ ദൈവജനവുമായി കടന്നു വന്നിരിക്കുന്നത് ഷാരോ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ വലിയ ദാസൻ പ്രൊഫസർ ടൈറ്റസ് ജോൺസൺ ആണ്. കർത്താവിന്റെ ദാസനെ കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുകയും ദൈവജനത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. കർത്താവിന്റെ ദാസൻ ഒരു എഴുത്തുകാരൻ കൂടെയാണ്, ഒരു വേദ അധ്യാപകനാണ്. എല്ലാ നിലകളിലും ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് പ്രൊഫസർ ടൈറ്റസ് ജോൺസൺ. കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവജനമായി കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസനെ ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ മാധുര്യമുള്ള നാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷം BMCCയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ സുദീർഘമായ നിലയിൽ നേതൃത്വം നൽകുന്ന പ്രസിഡന്റായിരിക്കുന്ന വിനോദ് ജോർജ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ, BMCCയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ സഭകളിലെ ശുശ്രൂഷകരായിരിക്കുന്ന ദൈവഭൃത്യന്മാർ, വിവിധ നിലകളിൽ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശിഷ്യ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ ഇന്ന് രാത്രിയോട് നടത്തപ്പെട്ടത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ, അവരുടെ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുവാൻ BMCC കാണിക്കുന്ന മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നാളുകളിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
നമ്മെ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കട്ടെ. എനിക്ക് അനുവദിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വൈദ്യവേളയിൽ നമ്മുടെ ധ്യാനത്തിനായി ദൈവന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ദൈവചന ഭാഗം ഒരുമിച്ച് ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ പ്രസിഡന്റിനോട് ഇങ്ങനെ ഒരു ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞ സന്ദർഭം മുതൽ ഹൃദയം ദൈവസന്നിധിയിൽ ഇങ്ങനെ പകർന്നുകൊണ്ടിരുന്നു. എന്തായിരിക്കണം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം. ഈ വൈകിയവേളയിൽ 4 മണി കഴിഞ്ഞ സമയം വരെ എനിക്ക് ഒരു പ്രകാശനവും ലഭിച്ചില്ല. ബൈബിളിൽ ഏതെങ്കിലും ഒരു പ്രസംഗം പറയുക എന്നുള്ളത് ആർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇന്നേ ദിവസത്തേക്ക് ദൈവം കരുതിയിരിക്കുന്നത് എന്താണോ, നിന്നിലൂടെ നിങ്ങളിലേക്ക് പകരപ്പെടേണ്ട സന്ദേശം എന്താണോ അത് ദൈവം പ്രകാശിപ്പിക്കുവാൻ ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ കൺഫർമേഷനായി ദൈവം ഒരു വേദഭാഗം തന്നു. അത് ദൈവം തന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. ഇന്ന് പ്രസിഡന്റ് മുഖവര പറഞ്ഞപ്പോൾ അതേ വേദഭാഗം ഉദ്ധരിക്കുവാനിടയായി തീർന്നു. വളരെ സുപരിചിതമായ വേദഭാഗം, കർത്താവ് പ്രഥമമായി ചെയ്ത അത്ഭുതം നമുക്കെല്ലാവർക്കും അറിയാം. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഒരു സത്യമാണ്. യേശു ഒന്നാമതായി തന്റെ ശുശ്രൂഷ കാലങ്ങളിൽ ചെയ്ത അത്ഭുതം അതറിയാത്തവർ നമ്മുടെ ക്രിസ്തീയ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ കുറവാണ്, പ്രിയപ്പെട്ടവരുടെ ഇടയിൽ കുറവാണ്. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് കഴിയുമ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ തന്നെ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുദീർഘമായ പ്രഭാഷണങ്ങളുടെ ആവശ്യമില്ല. നിരന്തരമായ ദൈവജനം കേൾക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം എന്ന് എനിക്കറിയാം. കാനായിലെ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കുവാനുണ്ട്. ഞാൻ ഇവിടെ ബഹറിലേക്ക് വരുന്നതിന് മുമ്പ് ശുശ്രൂഷയിലായിരുന്ന സ്ഥലത്ത് ഇതുപോലെ ക്യാമ്പ് മീറ്റിങ്ങിൽ കടന്നുപോയി നിരന്തരമായ ആഴ്ച തോറും ശുശ്രൂഷിക്കുന്ന ഒരു ബാച്ചിലേഴ്സായിട്ടുള്ള സഹോദരന്മാർ പകലന്തിയോളം അധ്വാനത്തിന് ശേഷം പാർക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ മീറ്റിംഗ് അന്ന് ഞാൻ ശുശ്രൂഷിച്ച സഭയോടുള്ള ബന്ധത്തിൽ ക്രമീകരിച്ചിരുന്നു. അവിടെ ഒരാഴ്ച ഈ പുസ്തകത്തിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നത് തുടർന്നൊരു 6 മാസം അതേ ഭാഗം തന്നെ മാറാതെ അവരോട് ഷെയർ ചെയ്യേണ്ട വിധത്തിൽ ദൈവാത്മാവ് അതിനകത്തുനിന്ന് പ്രകാശനങ്ങൾ തന്നു. പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 അതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാനിടയായി തീർന്നു. കാനായിലെ കല്യാണം. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ അത് ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ചിന്ത. 31 ധ്യാന ചിന്തകൾ ആ ഒറ്റ ഭാഗത്ത് നിന്ന് 11 വാക്യങ്ങളിൽ എഴുതുവാൻ ദൈവം പ്രകാശനം നൽകി. എന്നാൽ ആ ദിവസങ്ങളിൽ ഒന്നും ചിന്തിക്കപ്പെടാത്ത ഒരു ചിന്തയാണ് ഇന്ന് രാത്രി ദൈവം എൻ്റെ ഹൃദയത്തിൽ അതേ വേദഭാഗത്ത് നിന്ന്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 1 through 11. അത് വായിക്കണമെന്നില്ല, നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനകത്തുനിന്ന് 3 കാര്യങ്ങൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് മാത്രം മുഴുവനായിട്ട് ആ വാക്യം വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അതിൻ്റെ 3 ഭാഗങ്ങൾ, 3 ചിന്തകൾ അതിനകത്തുനിന്ന് ഇന്ന് വൈകിയ വേളയിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവം ഓർമ്മിച്ചത് നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഈ ഇന്നത്തെ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഉദ്യമം ഇവിടെ അവസാനിക്കാനിടയായി. ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന ഭാഗമാണ്. യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയുന്ന ഭാഗം 5-ാം വാക്യം. ആരെങ്കിലും ഒന്ന് വായിക്കാം. 5-ാം വാക്യം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഡു ഇറ്റ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രഥമ അത്ഭുതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അതിനോട് പ്രതികരിച്ച് പ്രവർത്തന നിരതരാകുവാൻ നമ്മൾ തയ്യാറാകണം. ടു ഡു സംതിങ്. ഓൾവേസ് ബി റെഡി ടു ഡു സംതിങ്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചപ്പോൾ സാമ്പത്തികങ്ങൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ. പ്രാർത്ഥിക്കുവാൻ 10 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് പ്രാർത്ഥിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും നിങ്ങൾ സന്നദ്ധരാകുന്നുവെങ്കിൽ, 10-ാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവിടെ വിളിച്ചത്. ഇനി 11-12 കഴിയുമ്പോൾ അവർ, എൻ്റെ ഇളയ മകൻ ഇപ്പോൾ 12 കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ പുറത്തു പോകാൻ തയ്യാറായിരിക്കുകയാണ്, നമ്മളെ വിട്ടു പോവുകയാണ്. പിന്നെ ഇനിയിപ്പോൾ
ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടം അവസാനിച്ചു, സ്കൂളിംഗ് കാലഘട്ടം. അതിനൊക്കെ മുന്നേ അവസാനിപ്പിച്ച് അടുത്ത ലെവലിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ വിട്ടവരെൻ്റെ മുന്നിൽ എന്നെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. വിവാഹം കഴിപ്പിച്ചവരും ഒക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പം വലിയ മാനസിക സംഘർഷത്തിലാണ്. 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 3ാമത്തെ ആളിനെ സ്കൂളിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് അവരെ പറഞ്ഞു വിടുകയാണ്. ഏകദേശം 20 വർഷം അവർ നമ്മുടെ കൂടെ സ്കൂൾ പഠിപ്പിച്ച് അവരുടെ ഫീസ് കൊടുത്ത് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവർ തിരിച്ചു വരുന്നത് നോക്കി, അവർ രാവിലെ പോകുന്നത് നോക്കി, അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ ശാസിച്ച് ശിക്ഷിച്ച് പല കാര്യങ്ങൾ ക്രമീകരിച്ച് ശിക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ശിക്ഷണത്തിലൂടെ ഡിസിപ്ലിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം അവർ നാളെ സമൂഹത്തിന് പ്രയോജനമുള്ളവരായി തീരണം. അവരുടെ വ്യക്തി ജീവിതം എങ്ങും സ്റ്റക്കായി നിൽക്കരുത്. പക്ഷേ അതിന് ആത്യന്തികമായിട്ട് നമ്മൾക്ക് അവർക്ക് നൽകേണ്ട സന്ദേശം, they need to ready to do the commandments of Jesus. യേശു കർത്താവിന്റെ കൽപ്പനകളെ നിവർത്തിക്കുവാൻ അവർ തയ്യാറായി തീരണം. അത് നിവർത്തിക്കണമെങ്കിൽ ആദ്യം അത് കേൾക്കണം. യേശു ഇതുവരെ അത്ഭുതം ചെയ്തിട്ടില്ല. പക്ഷെ യേശു അത്ഭുതം ചെയ്യുന്ന ആളാണെന്ന് സാധ്യതയുണ്ടെന്ന് അല്പമെങ്കിലും ഒരു ചെറിയ ഹിന്റ് മനസ്സിലുള്ള ആളാണ് മറിയ. വേറെ ആരോടില്ല. ഇതുവരെ യേശു അത്ഭുതം ചെയ്തിട്ടില്ല. 1ാമത്തെ അത്ഭുതം ചെയ്യാൻ വേണ്ടി യേശു തയ്യാറാകുന്ന സമയത്ത് യേശുവിൻ്റെ ഈ 30 വർഷം ഒരുമിച്ച് യേശുവിനോട് ജീവിച്ച മാതാവിന് ഒരു മനസ്സിനകത്തൊരു ചിന്തയുണ്ടായി, ഇന്നായിരിക്കും ആ ദിവസം. അതുകൊണ്ടാണ് യേശുവിനോട് ചെന്ന് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല. അല്ലാതെ എന്ത് പറയാനാ? എവിടെയെങ്കിലും പോയി വീഞ്ഞ് മേടിച്ചോണ്ട് വരാനാണ് യേശുവിനോട് പറയുന്നത്? അല്ല. തീർച്ചയായിട്ടും യേശു അത്ഭുതം ചെയ്യാനുള്ള ദിവസത്തിന്റെ 1ാമത്തെ ദിവസമാണ്. 3.5 വർഷത്തെ ശുശ്രൂഷയുടെ പ്രഥമ നാഴിക അടുത്ത് വരുന്നു എന്നുള്ള ഒരു ചിന്ത മറിയുടെ ഹൃദയത്തിലുണ്ടായി. കാരണം എന്താണെന്നറിയാമോ? ആട്ടിടയർ ഈ പശുത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ വന്ന സമയം മുതൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഇതെല്ലാം ഈ സ്ത്രീ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സംഗ്രഹിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർക്ക് ദൈവപ്രവൃത്തിയുടെ സമയം അറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഹൃദയത്തിൽ നടക്കുന്ന ദൈവിക പ്രവൃത്തികളെ കുറിച്ച് സംഗ്രഹിക്കുവാൻ ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് നിർബന്ധിക്കാറുണ്ട്, സഭയിലൊക്കെ പറയാറുണ്ട്, ആത്മീയ അവസരങ്ങൾ നഷ്ടമാക്കരുത്. അത് സംഗ്രഹിക്കാനുള്ള സമയങ്ങളാണ്. അതാണ് അത്ഭുതത്തിന്റെ ദിനത്തെ നമ്മളെ വെളിപ്പെടുത്തുന്നത്. നമ്മളിൽ സംഗ്രഹിക്കുന്ന ആത്മീയ ബോധ്യങ്ങൾ. ഒരിക്കലും ആത്മീയ അവസരങ്ങൾ നഷ്ടമാക്കരുത്. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ, കുടുംബ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠന സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്പമെങ്കിലും സമയം ദൈവസ്ഥനെ ചിലവഴിക്കുവാൻ തയ്യാറായാൽ അവർക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ആ ദൈവശബ്ദം അനുസരിക്കാൻ അവർ തയ്യാറായാൽ അവരുടെ അത്ഭുതത്തിനുള്ള 1ാമത്തെ സ്റ്റെപ്പായി. 1ാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, റെഡി ടു ഡു ഇറ്റ്, ഡു ദ കമാൻഡ്മെന്റ് ഓഫ് ജീസസ്. യേശു കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ്. 2ാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 2ാമത്തെ കാര്യം അവിടെ യേശു പറയുന്ന കാര്യമാണ്. 7ാം വാക്യം. യേശുവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിക്കുന്നവർ ഓൾവേസ് റെഡി ടു ഫിൽ ഇറ്റ്. ഏതെങ്കിലും ഒരു കാര്യം കർത്താവ് പറഞ്ഞാൽ ഹി ഓൾവേസ് റെഡി ടു ഫിൽ ഇറ്റ്. നിറയ്ക്കുവാൻ തയ്യാറാണ്. എങ്ങനെങ്കിലും ചെയ്തു തീർത്തിട്ട് പോകാമെന്ന് വിചാരിക്കില്ല. എന്നിട്ട് അതവിടെ അടുത്ത വാചകം പരിശുദ്ധാത്മാവ് തെറ്റുകൂടാതെ യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു വെച്ചു, അവർ വക്കോളം നിറച്ചു. ദൈവപ്രവൃത്തി വിളിച്ചു വരുത്തുന്ന 2ാമത്തെ സംഭവം, എനിക്ക് ഈ BMCCയുടെ ഈ വർഷത്തെ കമ്മിറ്റി കയറുകയും ചെയ്തു. ഇതെല്ലാം പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. സ്പീക്കർ ഇതാക്കണം, പൊക്കണം. ചർച്ചിലാണേലും ഞാനിപ്പോൾ BMCCയിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ ആരെന്ത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഞാനൊരു ഉദാഹരണം എടുത്തെന്നുള്ളത്. അങ്ങനെ ഒരു പാതി താല്പര്യത്തോടെയും പാതി മനസ്സില്ലായ്മയോടെയും ഒരു കാര്യം ചെയ്താൽ അതിനകത്ത് അത്ഭുതത്തിനുള്ള വഴി ഒഴുക്കപ്പെടത്തില്ല. മനസ്സോടെ ചെയ്യുന്നവർ, മനസ്സോടെ. എനിക്കറിയാം BMCCയിലെ സഹോദരങ്ങൾ അധ്വാനിക്കുന്നത് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ മനസ്സോടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഓടി വന്ന് ഇതെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുൻപ് ശുശ്രൂഷ ചെയ്ത സ്ഥലത്ത് ഇതുപോലെ കോമ്പൗണ്ടിലായിരുന്നു ഞങ്ങൾ ആരാധിച്ചിരുന്നത്. അവിടെ രാവിലെ മുതൽ 135 സർവീസാണ് ഒറ്റ കോമ്പൗണ്ടിൽ നടക്കുന്നത്. 135 ഞാൻ പോരുന്ന സമയത്ത് 2014 ഞാൻ അവിടെ വിട്ടുപോരുമ്പോൾ 135 സർവീസസ് ഇടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് തള്ളിയും കയറുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ 1 മിനിറ്റ് താമസിച്ചാൽ പറയുന്ന എനിക്കും തീർക്കാനൊക്കത്തില്ല, കേൾക്കുന്ന ജനത്തിന് തീർക്കാൻ പറ്റില്ല. അടുത്ത പാർട്ടികൾ വന്ന് ഇടിച്ച് അവര് കയറി ചെയറിട്ട് മൈക്ക് സെറ്റ് ചെയ്തെല്ലാം വെക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ അത്രയ്ക്ക് വ്യഗ്രതയാണ്. പക്ഷെ ഉത്സാഹം ഞാൻ ഓർത്തു. ഗൾഫിലുള്ള ദൈവമക്കളുടെ ഉത്സാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാട്ടിലൊന്നും ഈ ഉത്സാഹമില്ല. കാരണം സൗകര്യങ്ങളെല്ലാം ഒത്തുപോയത് കൊണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് ഉത്സാഹം വളരെ കുറവാണ്. ഇവിടൊക്കെ അതിന്റെ ഒരു തീഷ്ണത, ഉത്സാഹം ഓടി വന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ. ഇഫ് യു ആർ റെഡി ടു ഫിൽ
യുവർ പോട്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ അവർ നിറച്ചത്? വാട്ടർ പോട്ട്സ് ഓഫ് സ്റ്റോൺ, കൽപ്പാത്രം. പിന്നെ ഈ ബൈബിൾ വ്യാഖ്യാനത്തിനകത്ത് പൊതുവെ കൊച്ചിലെ മുതൽ ഞാൻ ഈ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ കൽപ്പാത്രം അകത്ത് കൊണ്ടുവന്നു. വേദപുസ്തകത്തിൽ ഒരു തെളിവുമില്ല കൽപ്പാത്രം അകത്ത് കൊണ്ടുവന്നു. അതിനൊരു ഡയലോഗ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുറം പറമ്പിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്തു? അകംപറമ്പിൽ കൊണ്ടുവന്നു. വേദപുസ്തകത്തിൽ ഞാൻ ആ ബുക്കിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. എൻ്റെ ബുക്കിനകത്ത് അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഏകദേശം ഗാലൻ കണക്കിന് വെള്ളം കൊള്ളുന്ന വാട്ടർ പോട്ട്സ് ആണ്. 80 ലിറ്റർ മുതൽ 80 to 136, 140 ലിറ്റേഴ്സ് വരെ വെള്ളം കൊള്ളുന്ന പോട്ട്സ് ആണ്. അത് മാത്രമല്ല, ദീസ് ആർ ദ പോട്ട്സ് ഓഫ് സ്റ്റോൺ, കല്ലിനകത്ത് കൊത്തിയിരിക്കുന്ന പോട്ട്സ് ആണ്. നമുക്ക് ഇസ്രായേലിലൊക്കെ പോയാൽ അതിൻ്റെ വ്യക്തമായി കാണാൻ കഴിയും അങ്ങനെയുള്ള പോട്ടുകൾ. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും വലിയ പോട്ട് ഒരിക്കലും അകത്ത് കൊണ്ടാൻ പറ്റത്തില്ല. ഇനി വേറൊരു കാര്യം, ഈ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് ശുശ്രൂഷക്കാരല്ലാതെ ഒരൊറ്റ വ്യക്തി, വിരുന്നുവാഴിയാകട്ടെ മണവാളനാകട്ടെ അവിടെ വന്നിരിക്കുന്ന ജനസമൂഹമാകട്ടെ ആരും അറിയാൻ പാടില്ല, അറിഞ്ഞിട്ടുമില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക് ആർക്കും അറിയത്തില്ല ഇത് എവിടെ നിന്ന് ഈ വെള്ളം എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡിസ്പെൻസറിനകത്ത് കമത്തി വെക്കുന്ന ആ വാട്ടർ ബോട്ട് എത്ര? 20 ലിറ്റർ. അതൊന്നും പൊക്കാൻ പാടുപെടുന്ന കണ്ടിട്ടുണ്ടോ? അതിന്റെ 4 ഇരട്ടി, 80 ലിറ്റർ മുതൽ 140 ലിറ്റർ വരെ വെള്ളം കൊള്ളുന്ന കല്ലുകൊണ്ടുള്ള, സ്റ്റോൺ കൊണ്ടുള്ള ഈ പോട്ട്സ് പുറത്തുനിന്ന് എടുത്താൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അതിന്റെ സ്വഭാവത്തെ ദൈവം മാറ്റി വേറൊരു നിയമത്തിന് വിധേയമായിരുന്ന, യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന് നിയമത്തിന് വിധേയമായിരുന്ന പാത്രത്തെ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെങ്കിൽ അതിന്റെ ഉപയോഗത്തെ ദൈവം മാറ്റി, അതിന്റെ അവസ്ഥയെ ദൈവം മാറ്റി, അതിന്റെ നിലവാരത്തെ ദൈവം മാറ്റി. കാല് കഴുകാൻ വെച്ചിരുന്നത് വായ്ക്കകത്ത് ഒഴിക്കാൻ കൊള്ളാകുന്ന വീഞ്ഞാക്കി മാറ്റുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒന്നാമത്തെ അത്ഭുതത്തിൽ ദൈവം തെളിയിച്ചത് കാല് കഴുകാൻ വെച്ചിരിക്കുന്ന ഏറ്റവും ഹീനമായതിനെ ദൈവം തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ ഉറവയാക്കി മാറ്റുമെന്നുള്ളതിന് സംശയമാണ്. അതുകൊണ്ട് ഇത് രാത്രികാലം ഓർക്കേണ്ടത്, അതിനുവേണ്ടി അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷക്കാരനുസരിച്ച് ദൈവം റെഡി ടു ഫിൽ ഇറ്റ്. അത് നിറയ്ക്കാൻ അവർ തയ്യാറായിരുന്നു. നമ്മൾ നിറയ്ക്കാൻ നമ്മുടെ ലഭിച്ചിരിക്കുന്ന സാഹചര്യം അനുസരിച്ച്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചുറ്റുപാടുകൾ അനുസരിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളുടെ പരിധി അനുസരിച്ച്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു പക്ഷേ വിനോദ് പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചെയ്ത പ്രവർത്തിച്ച ലിജോ പാസ്റ്റർ, ബോസ് പാസ്റ്റർ ഇവിടെ ചെയ്യുന്ന അത്രയും വലിയ കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ എനിക്ക് ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് ഉള്ളതിനെ നിറയ്ക്കാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം ചെയ്യാൻ ദൈവം ഓൾവേസ്, ദൈവം എപ്പോഴും തയ്യാറാണ്. ഉള്ളതിനെ നിറയ്ക്കാൻ, ഉള്ളതുപോലെ നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് പറയുന്ന കാര്യം തന്നെയാണ്. 8-ാം വാക്യം, വേഴ്സ് 8. ഇപ്പോൾ കോരി കൊണ്ടുപോയി കൊടുപ്പി. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഒന്നാമത്തെ വാക്ക് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, ചെയ്യുവിൻ, ടു ഡു ഇറ്റ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നിറപ്പിൻ, ഫിൽ ഇറ്റ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് ഇന്ന് വൈകിയ വേളയിൽ നാം ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവ് ഓർപ്പിച്ചത്, ടേക്ക് ഇറ്റ് ടു ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. ടേക്ക് ഇറ്റ്, അതിനെ എടുക്കുക, അവിടെ നിന്ന് എടുക്കുക. വീഞ്ഞായിട്ട് അവിടെ ഇരുന്ന് അത് പൊളിച്ചു പോകാനല്ല. ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയപരിധിക്കകത്ത് we need to distribute it, we need to share it. ദൈവം തന്നിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യൂട്രോഫിക്കേഷൻ എന്നൊരു വാക്ക് സയൻസിനകത്തുണ്ട്. അത് ഞാൻ പഠിച്ചതിൻ്റെ കൂടുതലുണ്ടല്ല, ആരോ പഠിച്ച ദേവദാസന്മാർ പറഞ്ഞപ്പം എൻ്റെ തലമുറയിൽ പതിഞ്ഞൊരു വാക്കാണ്. നമ്മുടെ പഠിത്തമൊന്നുമില്ല, പക്ഷെ പഠിച്ചവർ പറയുന്നത് നമ്മൾ സംഗ്രഹിച്ച് വെച്ചാൽ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ജലം നിർജീവമായി പോകും. അതിനകത്ത് ജീവനുള്ള സസ്യങ്ങളോ മത്സ്യങ്ങളോ ഒന്നും എന്ത് ചെയ്യത്തില്ല, വളരത്തില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ ആ ജലത്തിന്റെ അകത്തെ ജീവൻ എന്ത് ചെയ്യും, ഇല്ലാതായിത്തീരും. എന്നാൽ ഒഴുകുന്ന ജലത്തിനകത്ത് എപ്പോഴും എന്തുണ്ട്, ജീവനുണ്ടെന്ന്. അപ്പോൾ ഈ നിർജീവമായി പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ദേവദാസൻ, വടക്കേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദേവദാസൻ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ്, അന്ന് ഞാൻ എൻ്റെ തലയിൽ കയറിയത്. അപ്പോൾ ഇത് സംഭവിക്കരുത്, ഇത് നിർജീവമായിരിക്കരുത്, ഇത് ഒഴുകിക്കൊണ്ടിരിക്കണം. ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ച സുവിശേഷം നിങ്ങൾ എന്ത് ചെയ്യണം,
സൗജന്യമായി കൊടുപ്പിക്കുന്നു പറഞ്ഞു. വേദപുസ്തകത്തിൽ പറയുന്ന ഒന്നാമത്തെ അത്ഭുതം നമ്മളോട് ആവശ്യപ്പെടുന്ന അടുത്തൊരു പോയിന്റാണ് ടേക്ക് ഇറ്റ് ടു ഷെയർ ഇറ്റ്. അത് പങ്കുവയ്ക്കാൻ വേണ്ടി, ടേക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്, പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എടുത്ത് കൊടുക്കണം, പങ്കുവയ്ക്കണം. നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പങ്കുവയ്ക്കാനാണ്. എന്തെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ പങ്കുവയ്ക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ പങ്കുവയ്ക്കൽ നടത്തിയ ആളാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനെ, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ തന്നെ എനിക്ക് തന്നേരെ. അന്ന് വരെ മനുഷ്യനെ യാഗം കഴിക്കാൻ ഒരു നിയമം ദൈവം കൊടുത്തിട്ടില്ല, മൃഗബലി മാത്രമേ ഉള്ളൂ. മനുഷ്യബലി അന്നും ഇന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാത്രിയിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനെ എനിക്ക് ഷെയർ ചെയ്യും, എനിക്കിതാ. പക്ഷെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ഓടുന്ന 1-2 പേരുകളിൽ ഒന്ന് അതാണല്ലോ, ഇല്ലയോ? ഇവിടെ ഒരു വലിയ ശബ്ദം ഇപ്പം കേട്ടാൽ ഉടനെ നമ്മൾ 2-3 പേരുകൾ നമ്മുടെ മനസ്സിൽ വരും. ഞാൻ പറയുന്നില്ല, ഒരാൾ ഷെയർ ചെയ്യാൻ തയ്യാറായപ്പോൾ അവന്റെ തലമുറകളെ ദൈവം ലോകത്തിന്റെ നടുവിൽ തല ഉയർത്തി നിൽക്കാൻ ഇന്നും ദൈവം സഹായിക്കുന്നതിന്റെ പിന്നിൽ ആ പങ്കുവയ്ക്കലിന്റെ തത്വശാസ്ത്രമാണ്. ദൈവത്തിന് വേണ്ടി ചിലതിനെ കൈമാറാൻ തയ്യാറായാൽ, ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് പങ്കുവയ്ക്കാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ചിലടത്തെ സ്കേഴ്സിറ്റി, ചിലടത്തെ ലാക്നെസ്, ചിലടത്തെ പരിമിതികൾ കണ്ടിട്ട് മൗനമായി നിൽക്കാതെ ആ സാഹചര്യത്തോട് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം കൊണ്ട് വലിയ അത്ഭുതമായി മാറും. പിന്നെ ഞാൻ ഓർക്കും, യേശു അത്ഭുതം ചെയ്തു എന്നുള്ള കാരണത്താൽ ലോകത്തിൽ ഇന്ന് വരെ പറയപ്പെട്ടതിൽ ഏറ്റവും വലിയ ആ വീടിന്റെ പേര് പോലും നമുക്കറിയത്തില്ല. കാനായിലെ വീടെന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി ബഹ്റിൻ രാജ്യത്തിന്റെ നടുക്ക് സെന്റ് ക്രിസ്റ്റഫർ ചർച്ചിന്റെ ഈ അപ്പർ ഹോളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ കാനായിലെ അവിടുത്തെ അച്ഛനെ അറിയത്തില്ല, അവിടുത്തെ അമ്മാമയെ അറിയത്തില്ല, വരന്റെ പേരറിയത്തില്ല, വധുവിന്റെ പേരറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ യേശു അത്ഭുതം ചെയ്തു എന്നുള്ള ഏക കാരണത്താൽ ആ കുടുംബം ഇന്നും ലോകത്തിൽ പ്രസിദ്ധമായി മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം വേദപുസ്തകത്തിലെ അത്ഭുതത്തിന് ദൈവം അവരുടെ ജീവിതം, അവരുടെ ഭവനം തുറന്നു കൊടുത്തു എന്നുള്ളതുകൊണ്ട് രാത്രി ഞാൻ എൻ്റെ വാക്കുകളുടെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്, അവിടെ കർത്താവ് അത്ഭുതം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. ഈ ഒരു വീഞ്ഞിന്റെ പരിണാമം, ഇതിന്റെ ആ മാറ്റം, ഏറ്റവും താഴെക്കടയിൽ അവിടെ നിൽക്കുന്നവർ നമ്മൾ ചിന്തിക്കുന്നത് ശുശ്രൂഷക്കാരാണ്. അവർ മുതൽ വിരുന്നുവാണി ആരെ വിളിച്ചാ ചോദിച്ചത്? ഈ എളുപ്പമായത് ആദ്യം കൊടുത്തിട്ട് മേൽത്തരമായത് പിന്നെ കൊടുക്കുകയല്ല സാധാരണ ചെയ്യുന്നത്. ആദ്യം മേൽത്തരമായത് കൊടുത്തിട്ട് പിന്നെ എളുപ്പമായത് കൊടുക്കുന്നു എന്ന് പറയാൻ ഈ അത്ഭുത സമയത്ത്, ഈ അത്ഭുതം നടക്കുന്ന സമയത്ത് ആരെ വിളിച്ചെന്നറിയാമോ? മണവാളനെ തന്നെ വിളിച്ചു. അപ്പോൾ ഓർത്ത് നോക്കി, ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന വേലക്കാർ മുതൽ ഏറ്റവും അവിടുത്തെ ഇമ്പോർട്ടന്റ്, ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന പേഴ്സൺ ആരാണ്? മണവാളനാണ്. മണവാളനെ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി. കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, നമ്മെല്ലാവരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രയോജനമില്ലാത്തവർ എന്ന് ചിന്തിക്കുന്നവരെ പോലും ദൈവം അതിൽ ഉൾപ്പെടുത്താനാക്കി. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? ദൈവസന്നിധിയിലേക്ക് ഹൃദയം പകരാമോ? ഒന്നാം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, എന്തെങ്കിലും ചെയ്യുവാൻ നമ്മൾ തയ്യാറാണോ? ദൈവശബ്ദം കേട്ട് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണോ? ദൈവം നമ്മെ സഹായിപ്പാൻ മതിയാവരാണ്. 2, നിറയ്ക്കുവാൻ തയ്യാറാണോ? പൂർണ്ണത ദൈവം ആവശ്യപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ പൂർണ്ണത ദൈവം ആവശ്യപ്പെടുന്നു. 3-ാമത്തെ കാര്യം, നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറാണോ? ദൈവം അത്ഭുതം ചെയ്യാൻ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്റെ ദിവ്യ ദൗത്യത്തിന്റെ പങ്കാളികളായി തീരാൻ. ആ കാനാവിലെ കുടുംബത്തെ ദൈവം 1-ാമത്തെ അത്ഭുതത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി, അടുത്ത പ്രഭാതത്തിൽ, അടുത്ത ദിവസത്തിൽ 1-ാമത്തെ അത്ഭുതം എന്റെ ജീവിതത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ഈ ഭൂമി ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ അടുത്തൊരു പ്രഭാതം എന്റെ ആയുസ്സിനോട് ചേർത്ത് വെക്കുന്നുവെങ്കിൽ അതെന്റെ അത്ഭുതത്തിന്റെ ദിവസമാകട്ടെ. അനേകർക്ക് ആസ്വദിക്കാൻ കൊള്ളാകുന്ന, അനേകർക്ക് ഏറ്റുപറയാൻ കൊള്ളാകുന്ന ഒരു അത്ഭുതത്തിന്റെ ദിനമായി എന്റെ ജീവിതത്തിന്റെ നാളുകൾ മാറുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാനായിലെ വീട്ടിന്റെ ഉടമസ്ഥനെ ഞങ്ങൾക്ക് അറിയില്ല, അവിടുത്തെ പ്രിയപ്പെട്ടവരെ ആരെയും അറിയത്തില്ല, അവരുടെ പേരറിയത്തില്ല. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് ആ വീട് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയെങ്കിൽ കർത്താവെ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്, അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ അത്ഭുതമായി മാറുവാൻ, ഞങ്ങളുടെ സഭകൾ അത്ഭുതത്തിന്റെ കേന്ദ്രങ്ങളായി മാറുവാൻ, കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ വിട്ടു പോയാലും അവർ ആയിരിക്കുന്ന ഇടങ്ങൾ അത്ഭുതത്തിന്റെ കേന്ദ്രങ്ങളായി മാറുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന്
നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒടുവിലായി ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് ആരെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവരെ മുതൽ മണവാളനെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുവാനിടയായി തീർന്നു. ഇന്നും അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരിലൂടെ ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ മതിയായവനാണ്. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. സമയമൊരുക്കിയ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്ത് നമുക്ക് BMCC മീറ്റിംഗായി ഇവിടെ ഈ ഒരു ഹാളിൽ നമുക്ക് കൂടുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ കരയറ്റുന്നു. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹകരമായി ദൈവം നടത്തുവാൻ ഇടയാക്കി തീർത്തല്ലോ. ഇന്ന് ഇവിടെ കടന്നു വന്ന ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രകാശിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇന്നലെ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഇന്നത്തെ ഈ ദിവസത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി സഹായിച്ച BMCC കോറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. 115 സങ്കീർത്തനം ശുശ്രൂഷിച്ച ബ്രദർ ഉമ്മൻ ജോൺസൺ അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 സ്പെഷ്യൽ പ്രോഗ്രാംസ് നമുക്ക് കേൾക്കുവാനായിട്ടും കാണുവാനായിട്ടും ഇടയായി തീർന്നല്ലോ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു കൊയർ അവര് മനോഹരമായ 2 ഗാനങ്ങൾ പാടുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഒരു ടീമിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സോളോ പ്രിയ കുഞ്ഞ് അലീന ഷിബുവിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇനിയും ഇപ്പോൾ അലീനയുടെ പാട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്രയർ ഓഫ് ദ റയറസ്റ്റ് ആയിരിക്കാം. കാരണം കുഞ്ഞ് നാട്ടിലേക്ക് പോകുന്നവരുടെ തുടർ വിദ്യാഭ്യാസത്തിനായി കടന്നു പോകുന്നു. തീർച്ചയായും കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം വളരെ അത്ഭുതകരമായ അതിശയകരമായിട്ട് ആ കുഞ്ഞിനെ ഇവിടെ നിർത്തി ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ ചെയ്യിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തല്ലോ. തുടർന്നും ദൈവം നൽകി കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ, താലന്തുകൾ അത് ആയിരിക്കുന്ന സ്ഥാനത്ത് തുടർന്നും വിനിയോഗിക്കാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി അലീനയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCC നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് വളരെ പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ വളരെ മികച്ച വിജയം നേടിയ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പമായിരിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി ഈ പ്രാവശ്യത്തെ കമ്മിറ്റിയിൽ നമ്മൾ ഒരു കാര്യമാണ് തീരുമാനിച്ചത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ തുടർന്നും മുമ്പോട്ട് അവരെ എൻകറേജ് ചെയ്യണം, അവരെ കൂടുതലായി നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവരെ ഇങ്ങനെ ക്ഷണിക്കുവാനും അവർക്ക് ഒരു ചെറിയ ഒരു ഇങ്ങനെ ഒരു മെമന്റോ ഒക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും നമുക്ക് ഇടയായി തീർന്നത്. കടന്നു വന്ന ഞങ്ങളുടെ ക്ഷണപ്രകാരം കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCCയുടെ നാമത്തിൽ അറിയിക്കുന്നു. അവർ എത്ര കാലമുള്ള ദൈവം അവരെ നടത്തി, ഒപ്പം മാതാപിതാക്കളായ നിങ്ങളും അവരെ നന്നായി സപ്പോർട്ട് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം. തുടർന്നും അവരുടെ തുറന്നുള്ള വിദ്യാഭ്യാസം, അവരുടെ ഭാവിയിലെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു തരികയും ചെയ്യുന്നു. ഇതുകൂടാതെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ അവരിൽ നിന്നാണല്ലോ നമുക്ക് ഇന്നത്തെ ദൈവവചനം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാൽ ഒരുപാട് ചിന്തയ്ക്ക് പ്രാപ്യമാകത്തക്ക നിലയിലുള്ള ഒരു നല്ല ഒരു മെസ്സേജ് പ്രിയ ദേവദാസനോട് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഡു ഇറ്റ്, ഫിൽ ഇറ്റ്, ടേക്ക് ഇറ്റ് എന്നുള്ള ഈ ഒരു 3 ചെറിയ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു പ്രവൃത്തി അത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അത് എത്രത്തോളം അതിനെ നമ്മളുടെ ജീവിതത്തിൽ പരിപോഷിപ്പിക്കണമെന്നുള്ളതും പ്രിയ ദേവദാസനിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവിക വചനങ്ങൾ നാം കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കുവാനും അത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരങ്ങളിൽ അത് നിറയ്ക്കുവാൻ നാം തയ്യാറാകുകയും വേണം. ആ നിറയ്ക്കുന്ന അനുഭവത്തിൽ നിന്നും നാം അതെടുത്ത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശം പ്രിയ ദേവദാസനോട് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇവിടെ കടന്നു വന്ന പ്രിയ ദേവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCCയുടെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഏതാനും ചില അറിയിപ്പുകൾ ഉള്ളത് പ്രസ്താവിച്ചുകൊള്ളട്ടെ. മെയ് മാസം 11-ാം തീയതി നമുക്ക് സിസ്റ്റേഴ്സ് മീറ്റിംഗ് IPC ഇമ്മാനുവൽ ചർച്ചിൽ വെച്ച് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. തിങ്കളാഴ്ച
ഈ വരുന്ന തിങ്കളാഴ്ച 7:30 സിസ്റ്റേഴ്സ് മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ സഹോദരിമാരും ആ ഒരു സിസ്റ്റേഴ്സ് മീറ്റിംഗിനെ കടന്നു വന്ന് സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ മാസത്തെ ബൈബിൾ ക്വിസ് സീനിയേഴ്സിനുള്ളത് അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ ഉള്ള ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ജൂനിയേഴ്സിന് ആക്സ് 24-28 ചാപ്റ്റർ 24-28 എന്നീ ഒരു പോർഷൻസിൽ നിന്നുമായിരിക്കുമല്ലോ ബൈബിൾ ക്വിസ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ മാസം 30-ാം തീയതി ആയിരിക്കും ഈ മാസത്തെ ബൈബിൾ ക്വിസ് നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും അതിൽ തുടർന്നും വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊള്ളുന്നു. 16-ാം തീയതി ജൂൺ, അതായത് വരുന്ന മാസം 16-ാം തീയതി നമുക്ക് ഹിംസ് ഫെസ്റ്റ് നമ്മൾ ക്രമീകരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജൂനിയേഴ്സിന് വേണ്ടിയുള്ള ഒരു കൊയർ കോമ്പറ്റീഷൻ ആണ് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ ഈ വരുന്ന മാസം നമ്മൾ സീനിയേഴ്സിന് വേണ്ടിയുള്ള കൊയർ കോമ്പറ്റീഷൻ ആണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏജ് 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു കൊയർ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. ഏറ്റവും മിനിമം 5 പേര് മുതൽ 10 പേര് വരെയെങ്കിലും ആ ഒരു ടീമിൽ ഉണ്ടായിരിക്കണം. ഒരു ചർച്ചിൽ നിന്ന് ഒരു ടീമിന് മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 2 ക്രിസ്ത്യൻ മലയാളം പാട്ടുകളാണ് പാടേണ്ടത്. ഒരു പാട്ട് എന്ന് പറയുന്നത് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, അത് ഇംഗ്ലീഷ് അല്ല, മലയാളമാണ്. എന്ത് നല്ലൊരു സഖി യേശു എന്ന ആ ഒരു പാട്ടാണ് BMCC ആയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് മസ്റ്റായിട്ട് പാടണം. രണ്ടാമത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്രിസ്തീയ പാട്ട് പാടാവുന്നതാണ്. ഇതിന് രണ്ടിനും കൂടെ 6 മിനിറ്റ് ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സഭകളിൽ നിന്നും നമുക്ക് 16 മെമ്പർ ചർച്ചുകൾ ഉണ്ടെങ്കിൽ ഈ 16 മെമ്പർ ചർച്ചുകളിലുള്ള മുഴുവൻ ടീമുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വളരെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ദേവദാസൻ ബ്രദർ ജേക്കബ് മാത്യു മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രാർത്ഥനാ വിഷയമുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ പ്രിയ മുൻ BMCC പ്രസിഡന്റ് ആയിരിക്കുന്ന ജോസ് ചാന്റെ വൈഫ് അമ്മാമ ശോശാമ്മ ജോസ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വിഷയത്തെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവഹിതം തന്റെ മകളിൽ നിവർത്തീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി നമ്മൾ ആ ഒരു വിഷയത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന ബ്രദർ സണ്ണി തോമസ്, അതുപോലെ സുമാ സണ്ണി, അവരിരുവരും നാട്ടിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം സുമേന്റയുടെ ബ്രദർ തീരെ സൗഖ്യമില്ലാതെ നാട്ടിലായിരിക്കുന്നു. അപ്പോൾ ആ സഹോദരനെ കാണുവാനായിട്ടാണ് അവരിപ്പോൾ പെട്ടെന്ന് കടന്നുപോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സഹോദരനും പരിപൂർണമായ ഒരു വിടുതൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കടന്നു വന്ന എല്ലാ സഹോദരന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ BMCCയെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യണം. തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഇപ്പോൾ ബ്രദർ ജേക്കബ് മാത്യു മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. താങ്ക് യു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടികൾക്ക് ഇന്ന് BMCC ആയിട്ട് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും ഒക്കെ ഞങ്ങളെ അവിടെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ദേശത്തെ BMCCയെ പരിപാലിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശേഷാൽ ഇന്ന് ഈ നിലയിൽ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ക്രമീകരിക്കപ്പെടുവാൻ പ്രിയപ്പെട്ടവർക്ക് അവിടെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്കൊക്കെ കൊടുത്ത നല്ല വിജയത്തിനായിട്ട് സ്തോത്രം. തുടർന്ന് അവരുടെ പഠനകാര്യങ്ങളോട് കൂടിയിരിക്കുകയും എല്ലാവിധമായ നന്മകളും അവർക്ക് നൽകി കൊടുത്ത് അവിടെ സഹായിക്കുകയും ചെയ്യുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ആവശ്യങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ശോശമാമിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ആ കുടുംബം കടന്നു പോകുന്ന അവസ്ഥയിൽ കർത്താവ് അവിടുന്ന് ആശ്വാസവും ബലവും നൽകി കൊടുത്ത് അവിടെ സഹായിക്കണം. ദൈവികമായിട്ടുള്ള ശക്തി അവരുടെ ജീവിതത്തിൽ കർത്താവെ ലഭിപ്പാനൊക്കെ അവിടെ സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയ സുമാ സണ്ണിയുടെ ബ്രദറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ കൃപ അവിടെ നൽകി കൊടുത്ത് അവിടെ സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവനും ആവശ്യമായ സൗഖ്യം അവിടെ നൽകി കൊടുത്ത് സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്.
അതുപോലെ ഞങ്ങളുടെ പ്രിയ പൈതൽ കർത്താവെ, ആ പ്രിയമകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾ 11-ാം തീയതി ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. അവൾക്കും കൊടുത്ത എല്ലാ നന്മകൾക്കായിട്ടും ടാലന്റിനായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിനായിട്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ അവളെ നേടിയാക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവളുടെ യാത്രയിൽ അവിടുന്ന് കൂടിയിരിക്കുകയും ആയിരിക്കുന്ന സ്ഥാനം തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കാൻ അവളെ സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കൂട്ടി വരുത്തിയ ദൈവകൃപയ്ക്കായ സ്തോത്രം. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. സകല മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു കർത്താവെ. അടിയങ്ങൾ കടന്നു പോകുന്നു, പിരിയാത്ത സാന്നിധ്യം അവിടുന്ന് കൂടിയിരുന്നത് ഞങ്ങളെ വഴി നടത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായ സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു ക്രിസ്തുയേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും നാം ഓർത്തിച്ച പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.